ഗൾഫിൽ ഫ്ളാറ്റുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുകയാണ് നമ്മുടെ പുതുതലമുറ. അവരിലേക്ക് നാട്ടോർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു നീക്കം നടത്തുകയാണ് ഷാർജയിലെ മലയാളി കൂട്ടായ്മ. ഓലയിൽ വിരിഞ്ഞ കളിപ്പന്തുകളിലൂടെയുള്ള ആ യാത്ര മുതിർന്നവർക്കും ആഹ്ലാദകരമായിരുന്നു. കേരളത്തെ പച്ച പുതപ്പിച്ച തെങ്ങോലത്തലപ്പുകൾ. ഈ ഓലത്തുമ്പത്ത് ഊയലാടി തിമിർത്തതാണ് നമ്മിൽ പലരുടെയും കുട്ടിക്കാലം. പ്രവാസത്തിലേക്ക് വിമാനം കയറുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയ പ്രിയപ്പെട്ട പലതിൻ്റെയും കൂട്ടത്തിൽ ഈ ഓലത്തലപ്പുകളുമുണ്ട്. ഓലയിൽ തീർത്ത ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. ഈന്തപ്പനകളുടെ നാട്ടിൽ തെങ്ങോലകൾ പോലും കിട്ടാക്കനിയാണെന്നിരിക്കെ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെ ഓലപ്പീപ്പി ഊതും? എങ്ങനെ അവർ ഓലപ്പാമ്പിനെ കണ്ട് പേടിക്കും? കേട്ടുമാത്രം പരിചയമുള്ള ഓലയെയും ഓലയിൽ തീർത്ത കളിപ്പാട്ടങ്ങളെയും പരിചയപ്പെടുകയാണ് അവരിന്നിവിടെ. അപ്പൊ ആദ്യം ഇതെടുക്കുക. കണ്ടോ, 2 പീസ് കണ്ടോ? അത് ഒന്നെടുത്ത് ഇതിന്റെ താഴെ ചെറിയ പീസ് എടുത്ത് ഇതിന്റെ താഴെ വെക്ക. ബാക്കിൽ വെക്ക, മോളെ ബാക്കിൽ വെക്ക. ഷാർജ മലയാളി കൂട്ടായ്മയാണ് ഓലപ്പീപ്പി എന്ന പേരിൽ കുട്ടികൾക്കായി ഇങ്ങനെയൊരു അവസരമൊരുക്കിയത്. അവരെങ്ങനെ ഓലപ്പന്തും ഓലപ്പീപ്പിയും ഓലവാച്ചും ഓലപ്പാമ്പുമെല്ലാം കണ്ടു. ആദ്യം ഇതുപോലെ 2 എണ്ണം എടുക്കണം, ഒരേ അളവിൽ 2 എണ്ണം എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ താഴെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കണം. ഇതൊക്കെ നമ്മൾ നാട്ടില് ചെറുപ്പകാലത്ത് ഉണ്ടാക്കി, നമ്മുടെ ആ തലമുറയിൽ ഉണ്ടാക്കി എല്ലാവരും ഇത് മാത്രമാണ്. ഇപ്പോൾ ഈ ചൈനീസ് കളിപ്പാട്ടങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഇതുപോലെയുള്ള കളിപ്പാട്ടങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാവർക്കും നല്ലതായിരിക്കും. മുറിക്കകത്തെ ഫാനിന് മുന്നിൽ വെച്ചാൽ കാറ്റിൽ കറങ്ങുന്ന ഓലപ്പമ്പരം കുഞ്ഞു മനസ്സുകൾക്ക് വിസ്മയമായിരുന്നു. ഓലവാച്ചിൽ സമയം നോക്കാൻ സൂചിയില്ലെന്ന പരാതിയുമായും ചിലരെത്തി. കുട്ടികൾക്ക് ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ പരിചയപ്പെടുത്താനും അവയുണ്ടാക്കാൻ പരിശീലിപ്പിക്കാനും തീരുമാനിച്ചപ്പോൾ ഓല സംഘടിപ്പിക്കാനാണ് ബുദ്ധിമുട്ടേണ്ടി വന്നതെന്ന് സംഘാടകർ പറയുന്നു. ഓലയെപ്പറ്റി ഞങ്ങൾ ആദ്യം തന്നെ അന്വേഷിച്ച് തുടങ്ങിയപ്പം ഒമാൻ, ഖത്തർ എന്നിടത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരണമെന്നാണ്. അവിടുന്ന് കിട്ടുകയുള്ളൂ എന്നറിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ദുബായ് അലുമിനിയത്തിൽ ഇങ്ങനെ ഒരു തെങ്ങുണ്ടെന്നും അവിടെ നിന്ന് നമ്മൾക്ക് അവരെ സമീപിച്ചാൽ കിട്ടുമെന്നും ഒരു സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ സമീപിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി അന്വേഷിച്ചു. കിട്ടുമോ ഇല്ലയോ എന്ന് സംശയം പറഞ്ഞു. അവസാനം നമുക്ക് കിട്ടി. അല്പം മുതിർന്ന കുട്ടികൾക്കായി കടലാസിൽ കരകൗശല വസ്തുക്കൾ തീർക്കാനും പരിശീലനമൊരുക്കിയിരുന്നു. കുട്ടികൾക്ക് ഓലപ്പീപ്പിയും കരകൗശലവും പരിചയപ്പെടുത്തുമ്പോൾ മറുവശത്ത് രക്ഷിതാക്കൾക്ക് മെഡിറ്റേഷൻ പരിശീലനവും കൂടി നൽകിക്കൊണ്ടായിരുന്നു പരിപാടി. നാട്ടിൽ അവധിക്കെത്തുമ്പോൾ ഓലയെന്നും ഓലപ്പീപ്പിയെന്നും കേട്ടാൽ കുട്ടികൾ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കില്ല എന്ന ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ. അല്ലെങ്കിലും തെങ്ങിനെയും ഓലയെയും അറിയാതെ എന്ത് മലയാളിയല്ലേ?